മോണിക്കുട്ട എണീക്കണ ഇതിന്റെ അവസാനമാണ്. കുറെ പേര് ചോദിക്കുന്നുണ്ട് അണ്ണ എപ്പോഴാണ് ജയിലിലോട്ട് പോണേന്ന്. അങ്ങനെയൊക്കെ ചോദിച്ചാലിപ്പോ എങ്ങനെയാണ്? എനിക്കും അറിയത്തില്ലടാ. പോകാൻ വേണ്ടി വരുമ്പോ നമുക്ക് പോവാം, നെഞ്ചു വിരിച്ച് തന്നെ പോകാം. ആണുങ്ങൾക്കുള്ളതാണ് ജയിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാം. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ഇനി ആരും സൂത്രം കാണിച്ചാ. ഗ്രീൻ ഹൗസ് ക്ലീനിംഗ് സർവീസ് എന്ന യൂട്യൂബ് ചാനൽ ഉടമ രോഹിത്തിനെതിരെ കേസ്. സഹോദരിയുടെ പരാതിയിലാണ് ആലപ്പുഴ പോലീസ് കേസെടുത്തത്. സഹോദരിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നാണ് കേസ്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ചെറുട്ടമാ. പ്രശ്നേഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രശ്നേഷ് ഗ്രീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബ് ബ്ലോഗർ രോഹിത്, ഇദ്ദേഹം കുറെ ദിവസങ്ങളായി ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ വളരെ ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുകയും വീട് കയറി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ആക്ഷേപം നിലനിൽക്കുകയാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പ്രധാനമായിട്ടും സഹോദരിയെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും മുടിക്ക് കുത്തിപ്പിടിച്ച് ഇടിക്കുകയും വീട് കയറി ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള പരാതിയിലാണ് ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. രണ്ടു കൂട്ടർക്കും അങ്ങനെ സോൾവ് ചെയ്യാനായിട്ടുള്ള ഉദ്ദേശം ഇല്ലാത്തതുകൊണ്ട്, പ്രത്യേകിച്ചും അവർക്ക് ഇത് കേസാക്കണം എന്ന് തന്നെ ഉദ്ദേശമുള്ളത് കൊണ്ട് കേസാക്കി തന്നെ പോകാനേ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ പ്രൊസീജിയേഴ്സ് തുടങ്ങുവാണ് എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. ഇല്ല ചോദിച്ചു വാങ്ങിച്ച് ഇപ്പൊ വീട്ടിലാണ് കേട്ടാ, ജയിലിനകത്തല്ല. ആവുമ്പോ ഞാൻ എങ്ങനെയും ഒക്കെ അറിയിക്കാം. തമാശയാണോ ഉദ്ദേശിച്ചത്? എങ്കിൽ ആ തമാശ ഇവിടെ വേണ്ട. ഇന്നത്തെ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒഫീഷ്യലായിട്ടൊരു വാർത്ത വന്നു. അപ്പൊ ഞാനും ഭയങ്കര ഹാപ്പിയായി. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. അടുത്ത രണ്ട് വകുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ആക്രമിക്കലും അപകടപരമായി പരിക്കേൽപ്പിക്കലും. വേർ ഇസ് ദ പരിക്ക് മാൻ, വേർ ഇസ് ദ പരിക്ക് ഗേൾ, എവിടെ പരിക്ക്? ഇയാള് കിടന്ന് ഉരുളണ്ട. കറക്റ്റായി 4 അടി അടിച്ചു. എന്നിട്ട് എവിടെ പരിക്ക്? ആ പരിക്കിന് 4 അടി കൊണ്ട് പാടുവന്നെങ്കിൽ അല്ലെങ്കിൽ ചതവ് വന്നെങ്കിൽ ആശുപത്രി പോയതിന്റെ രേഖയോ എന്തെങ്കിലും സാമാനം ഉണ്ടാവണ്ടേ? നാക്കിന് നീളമുള്ളതുകൊണ്ട് ന്യായീകരണങ്ങളൊക്കെ കൊള്ളാം. എനിക്ക് 100% ഉറപ്പായിട്ടും അറിയാം ഇതിനകത്ത് വേറെ പ്രൂഫോ കാര്യങ്ങളോ ഇല്ല. കാരണം ഇവള് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ അടി കിട്ടിയെങ്കിൽ അതിന്റെ വീഡിയോ കാര്യങ്ങളോ എന്താ വരാത്തെ? നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. ഞാൻ ആ ഫോണിലാണ് കയറി പിടിച്ചത്, അവളാണ് എന്നെ കൊങ്ങി കയറി പിടിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. നോണ പറച്ചിലല്ലേ തന്റെ തൊഴിൽ തന്നെ. അപ്പൊ അത്രയൊക്കെ ഉള്ളു പറയാനായിട്ട്. ഇതൊക്കെ നമുക്ക് ഇനി കോടതി പോകണമെങ്കിൽ കോടതി പോയി തെളിയിക്കാം, അല്ലെങ്കിൽ തെളിയിക്കാൻ ശ്രമിക്കാം. എന്താവുമെന്ന് അറിയില്ല, എന്തെങ്കിലും ആവട്ടെ. ഇനി ഭാഗത്ത് പോകണമെങ്കിൽ അതിനും ഞാൻ റെഡിയാണ്, നോ പ്രോബ്ലം. അവന്റെ ആത്മവിശ്വാസം തർക്കമില്ല. എടി നിന്റെ സ്വർണത്തിനോ അമ്മച്ചിയുടെ സ്ഥലത്തിനോ മൂഞ്ചാനായിരുന്നെങ്കിൽ എനിക്ക് ഇതിനു മുമ്പേ മൂഞ്ചി രക്ഷപ്പെടായിരുന്നു. കുറച്ച് സംസ്കാരത്തോടുകൂടി സംസാരിക്കടാ പന്ന നാറിച്ചേറ്റേ. എന്റെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഇടാത്തുനിന്ന് നീയൊക്കെ തിന്നിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ വിഷുവിന് ഉൾപ്പെടെ ഡ്രസ്സ് എടുക്കാനായിട്ട് കോരി എന്റെ കയ്യിൽ നിന്ന് കിട്ടാതെ വന്നപ്പോണ്ടല്ലോ കടി തുടങ്ങിയാന്നുള്ളത് എനിക്ക് തെളിവ്. മോനെ അടങ്ങ്. ദൈവം ഒരാള് മുകളിലുണ്ട്. ഇതിന് നീ അനുഭവിച്ചില്ലെങ്കിൽ അനുഭവിക്കും.